ഗുഡ് മോർണിംഗ്. ആശാന്മാർ നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കലും കുക്കിങ്ങും ഒക്കെ ഒരുമിച്ച് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റതാണ്. ഇവിടെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള മെനു ഒക്കെ കുറച്ച് ഹെവി ആയിട്ടാണ് കേട്ടോ എനിക്ക് തന്നത്. അതൊക്കെ തന്നിട്ട് ആശാന്മാർ അതൊക്കെ പ്രതീക്ഷിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ചായ വെച്ച് തന്നെ തുടങ്ങാം കേട്ടോ നമുക്ക്. ഇന്നിപ്പോൾ സ്കൂളിലേക്ക് മക്രോണി ചിക്കൻ ഇട്ടിട്ട് ചെറിയൊരു എരിവിലൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ സ്നാക്സിന് പഴക്കേക്ക് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചു. ഇതൊക്കെ ഇങ്ങനെ ഓർഡർ വരുന്നത് സ്കൂളിൽ ഓരോ കുട്ടികൾ കൊണ്ടുവരുന്നത് കണ്ടിട്ട് എനിക്കിങ്ങനെ ഓരോ ഓർഡർ തരുന്ന കേട്ടോ. അപ്പോൾ മക്രോണി ഉണ്ടാക്കാൻ തുടങ്ങും. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് അതിലേക്ക് ഇനി കുറച്ച് മക്രോണി, ഒരു 300 ഗ്രാം മക്രോണി കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതൊരുമിച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇനി അതിങ്ങനെ കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചുകൊണ്ട് കട്ട പിടിക്കില്ല, എന്നാലും ചെറുതായിട്ട് പിടിക്കേണ്ടെന്ന് കരുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കാം. ആദ്യം കുറച്ച് 250 ഗ്രാം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തത്. അതിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് 1 ടീസ്പൂണോളം, പിന്നെ ചെറിയൊരു പിഞ്ച് ഗരം മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. തലേ ദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത്. എന്നാൽ ഇത് നല്ല സോഫ്റ്റും ആവും, മസാലയൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ പൊരിച്ചെടുക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തത്. എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. വെളിച്ചെണ്ണയിൽ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇതിങ്ങനെ ഓരോന്നിട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ഹാർഡാക്കരുത്, സോഫ്റ്റാക്കി കിട്ടാൻ വേണ്ടി പെട്ടെന്ന് മറിച്ചിടണം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് ഉള്ളി ക്യൂബ്സ് പോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഈ ഉള്ളി അത്യാവശ്യം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പം കുറച്ച് പച്ചമുളക് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കട്ട് ചെയ്തിട്ട് അവർ കടിച്ചു പോവും, പിന്നെ അവർ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ പേസ്റ്റാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കുറച്ച് സെറ്റായി വരുമ്പം ഒരു തക്കാളി ഞാൻ ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഓപ്ഷണലാണ്, വേണ്ടവർ ചേർത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഫൈനൽ സ്റ്റേജ് ആകുമ്പം അതിലേക്ക് ചെറുതായിട്ട് ഉള്ളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നേരത്തെ വേവിച്ച് വെച്ച മക്രോണിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. മക്രോണി വെന്ത് കഴിഞ്ഞാൽ ആ വെള്ളം കളഞ്ഞിട്ട് കുറച്ചും കൂടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കണം കേട്ടോ. ഇനി നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ ഇത് സെറ്റായി കേട്ടോ. ഇനി നമുക്ക് പഴക്കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകാം കേട്ടോ. ഇവിടെ 4 മുട്ടയാണ് ഞാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഏലക്കായും കൂടെ 2 ഏലക്കായും കൂടെ പൊടിച്ചിട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ബ്രെഡ് ക്രംസേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടേൻ്റെ മിക്സിലേക്ക് അത് ചേർത്തിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം.
അടി കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി താഴെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പഴക്കേക്ക് റെഡി ആവും കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കുന്നുണ്ട്. ഇനി പഴക്കേക്ക് സെറ്റായോ നോക്കാൻ വേണ്ടി കേക്കിൻ്റെ നടുഭാഗത്ത് ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. സ്പൂണ് ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയി എന്നാണ്. ഇതാ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ടിഫിൻ ബോക്സിൽ സെറ്റ് ചെയ്യുക. ഇനി ആശാന്മാർക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ്. ദിനുവിന് രാവിലെയൊക്കെ കഴിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ ഇന്ന് മദ്രസൊന്നുമില്ല, വെള്ളിയാഴ്ച ആണല്ലോ. അപ്പോൾ ഞാൻ ദിനുവിന് ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ട് കഴിപ്പിക്കുകയാണ് കേട്ടോ. അവൻ TV കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. ഇന്ന് മദ്രസ ഇല്ലല്ലോ. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ അവരെ കഴിപ്പിച്ച് ഇനി സ്കൂൾ ബസ് കയറ്റി വിടാനായിട്ട് ഇവിടെ റോഡിലേക്ക് വന്നതാണ് കേട്ടോ. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും അവരുടെ കൂടെ ഒരുമിച്ച് പോകാനായിട്ട്. വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് നടക്കണം കേട്ടോ ബസ് കയറുന്ന സ്ഥലത്തോട്ട്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് വന്നത്. ഇന്ന് എന്താണെന്നറിയില്ല, ലേറ്റായി. ഓക്കെ, ഞാൻ തിരിച്ച് വരുമ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി വീട്ടിലേക്ക് നടക്കണം കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. ഇനി എല്ലാം തല കീഴായി മറിഞ്ഞെടുക്കുന്നതൊക്കെ ഞാൻ ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. എല്ലാ ഭാഗവും ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. റൂമും ഡൈനിങ്ങും പിന്നെ കിച്ചണും എല്ലാം ക്ലീനാക്കി എടുത്തു. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന യുദ്ധമൊക്കെ കഴിഞ്ഞു. യുദ്ധഭൂമി ശാന്തമായിട്ടുണ്ട്. ഇനി ലഞ്ചിനുള്ള പരിപാടിയൊക്കെ നോക്കണം. ചോറ് ഇവിടെ റെഡിയാക്കിയാണ്. ഇനി ചിക്കൻ കറി സെറ്റ് ചെയ്യണം. ഞാൻ പെട്ടെന്ന് തന്നെ ചിക്കൻ കറി സെറ്റ് ചെയ്യാണ്. അതും കൂടെ കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞാണല്ലോ. ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. നിങ്ങളിതിന് പറയുന്ന പേരെന്താ? കപ്പ എന്നാണോ? ഇവിടെ പൂള എന്നാണ് കേട്ടോ പറയാം. എന്തോ ആവട്ടെ, വൈകുന്നേരത്തിന് കാപ്പിയും പൂള ഉണ്ടാക്കാമെന്ന് കരുതി വാങ്ങിയതാണ് കേട്ടോ. അതിനായിട്ട് ഇവനെ വെട്ടി അരിഞ്ഞ് കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് പാത്രത്തിലാക്കിയാണ് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കാണുന്നവരും മറക്കാതെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.